അടിപൊളി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ തന്നെ സ്നാപ്ഡ്രാഗൺ ഒരു പോരായ്മ പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പം ഞാനൊരു ചെറിയ അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അൺബോക്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഷെവോമിയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് ഇന്നിപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി. അപ്പോൾ നമ്മുടെ ഇരിക്കുന്ന ഇപ്പം നമ്മുടെ ഷെവോമി അല്ലെങ്കിൽ MIയുടെ തന്നെ 11X എന്ന് പറയുന്ന മോഡലാണ് ഇപ്പം നമ്മുടെ ഇരിക്കുന്നത്. എല്ലാവർക്കും ഇപ്പോൾ കാണാൻ സാധിക്കുമായിരിക്കും. ഈ മോഡലിൻ്റെ ഒരു പ്രത്യേകത കൂടി അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഇത് ഷെവോമിയുടെ ഫ്ലാഗ്ഷിപ്പ് മോഡൽ ഫോണാണ് വരുന്നത്. അതുകൊണ്ട് ഫ്ലാഗ്ഷിപ്പ് മോഡൽ എല്ലാവർക്കും ഒരു റെഡ്മി എന്ന് എഴുതത്തില്ല, അവരെപ്പോഴും MI എന്ന് മാത്രമേ എഴുതത്തുള്ളൂ. MI എന്ന് എഴുതുന്നതെല്ലാം ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. ഇതിപ്പോൾ നമ്മൾ നന്ദിലത്തു നിന്നാണ് എടുത്തിരിക്കുന്നത്, കോട്ടയത്തുള്ള നന്ദിലത്തു നിന്നാണ്. ഇതിൻ്റെ ഒരു പ്രൈസിംഗ് കൂടി ഞാൻ ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ പ്രൈസിംഗ് വരുന്നത് 33,990 നമുക്ക് ഏകദേശം ഒരു 28,500 ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. ജസ്റ്റ് ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അതായത് എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന ഒരു മൊബൈൽ ഫോൺ ഉണ്ട്, അഡാപ്റ്റർ ഉണ്ട്, USB C ടൈപ്പ് കേബിളാണ് വരുന്നത്, സിം എജക്ടർ, യൂസർ മാനുവൽ, പിന്നെ ഒരു വാറണ്ടി കാർഡ് കാര്യങ്ങളൊക്കെ, പിന്നെ ഹെഡ്ഫോൺ അഡാപ്റ്റർ ഉണ്ട്, ടൈപ്പ് C to 3.5 ജാക്ക്. അപ്പം ഇതിനകത്ത് ഒരു കാര്യം നമുക്ക് മനസ്സിലായി, 3.5 ജാക്ക് ഇല്ല. അത് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു C ടൈപ്പ് പോർട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാവർക്കും അതിൻ്റെ സ്പെക്ക് ഒന്ന് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും അത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് ഞാൻ കുറച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒഴിച്ച് വേറൊരു ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്ന കാര്യം കൊണ്ട് പറഞ്ഞേക്കാം. ഇതിൻ്റെ സ്ക്രീൻ വരുന്നത് 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ളതാണ്. സ്നാപ്ഡ്രാഗണിൻ്റെ 870 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് വരുന്നത്. 48 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത്. 4520 mAh ബാറ്ററി ബാക്കപ്പ് ഉള്ള ഫോണാണ് ഈ വന്നിരിക്കുന്നത്. അതും കൂടി ജസ്റ്റ് ഞാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ബ്ലാക്ക് കളറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും കാണാൻ പറ്റുമായിരിക്കും. ശരി, നമുക്ക് ഏതായാലും ഒന്ന് ഓപ്പൺ ചെയ്യാം, വെച്ച് താമസിപ്പിക്കുന്നില്ല. ഓക്കെ, ഈ ഫോണിൻ്റെ ഉടമസ്ഥൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ, വിഷ്ണുവിൻ്റെ ഫോണാണിത്. വിഷ്ണു കുറച്ച് ദിവസം കൂടിയിട്ട് ഒരു സാംസങ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാംസങ്ങിൽ നിന്ന് മാറി പിടിച്ചതാണ്. നമുക്കത് തുടങ്ങുമ്പോൾ തന്നെ കാണാൻ പറ്റും ഡിസൈൻഡ് ബൈ ഷെവോമി എന്ന് എഴുതിയിരിക്കുന്നത്, എല്ലാവർക്കും കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, അതായത് സിം ഇജക്ടർ ഇവിടെ തന്നെ ഉണ്ട്. ഒരു നല്ലൊരു കേസ് ഉണ്ട്. ആസ് യൂഷ്വൽ നമ്മൾ എല്ലാത്തിലും കാണുന്ന ടൈപ്പാണിത്, അതുകൊണ്ടാണ് ഞാനിന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. നല്ലൊരു കേസാണ്. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ചെളിയാവുന്നുള്ളൂ, അന്നേരം മാറ്റിയാൽ മതി. ഓക്കെ, നല്ലൊരു കേസുണ്ട്. തൽക്കാലം അവനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇതെനിക്ക് തോന്നുന്നു അതിൻ്റെ കേബിളായിരിക്കും ഇപ്പം നമ്മൾ പറഞ്ഞ C to 3.5 ജാക്ക് വരുന്നത്, എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കുന്നു. നമ്മുടെ മെയിൻ താരത്തിന് നമ്മളിങ്ങനെ എടുക്കുന്നു. അയ്യവാ, ഇതാണ് ആ ഫോൺ. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നി ഇതിൻ്റെ ബാക്ക് സൈഡാണ്. അതായത് ബാക്ക് സൈഡിലെ ക്യാമറ ഇരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. 48 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് ഇത് വരുന്നത്. അതും 1, 2, 3 ക്യാമറയാണ് ഇതിൽ വരുന്നത്. ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. ഏതായാലും തൽക്കാലം ഇതിനൊന്ന് മാറ്റി വയ്ക്കുക. എനിക്കും തുറക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒന്നിരിക്കട്ടെ, എന്നിട്ട് ഇതിനകത്ത് വേറെ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഏതായാലും ആസ് യൂഷ്വൽ ഇത് നമ്മളെ ചതിച്ചില്ല. ഇതിനകത്ത് കേബിളും ഉണ്ട്, നമ്മുടെ ചാർജറും വരുന്നുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ ഫോൺസിനൊന്നും ഇല്ലാത്തൊരു ഏറ്റവും വലിയൊരു കാര്യമാണ് മൊബൈൽ ചാർജർ. അതായത് ഫ്ലാഗ്ഷിപ്പ് മോഡൽസിൻ്റെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. സാധാരണ ടൈപ്പിനെല്ലാം ഉണ്ട്, ഫ്ലാഗ്ഷിപ്പ് മോഡലിന് വരുന്നില്ല. ഇതൊരു 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് വരുന്നത്. 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. C ടൈപ്പ് ഡേറ്റ കേബിളും ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ രണ്ടും ഞാൻ തിരിച്ചിത് അതിനകത്ത് തന്നെ വെക്കുകയാണ്. ഒന്നടച്ച് നമുക്കിത് മാറ്റി നമ്മുടെ ഫോൺ മാറ്റാം. യെസ്, അപ്പോൾ നമ്മുടെ ഫോൺ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. യെസ്, അയ്യോ, നല്ല ബാക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാകും. നല്ല ഭയങ്കര ഒരു എന്നാ പറയുക, ഗ്ലാസ് ഫിനിഷാണ് വരുന്നത്. ഗ്ലാസ് തന്നെയാണ് വരുന്നത്. ഫ്രണ്ടും ഗ്ലാസ് തന്നെ, പക്ഷേ ഇതിനകത്ത് സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട്. സെൻറ്റർ പഞ്ച് ആണ്, അതായത് ഡിസ്പ്ലേ തന്നെ ഓൺ ഡിസ്പ്ലേയിലുള്ള ടൈപ്പ് ക്യാമറ തന്നെയാണ് ഫ്രണ്ടിലും വരുന്നത്. സൈഡിൽ നമുക്ക് പറയത്തക്ക വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് വരുന്നത് അതിൻ്റെ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ സിമ്മിൻ്റെ ട്രേ ഇവിടെ സൈഡിൽ ബാക്ക് ലൈറ്റാണ് വരുന്നത്. സൈഡൊക്കെ ഫ്രീ ആണ്. ഫിംഗർ പ്രിൻ്റ് ആണ് വരുന്നത്. സൈഡ് മൗണ്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഓൺ ചെയ്ത് നോക്കാം ഈ ഫോൺ. അതിൻ്റെ ബാക്ക് പൊസിഷനും കൂടി ഞാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഡിസ്പ്ലേയുടെ ആ ഒരു ഭംഗി എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഏതായാലും ഓൺ ചെയ്യട്ടെ. MI. ഓക്കെ, ഇനി സാധാരണ നമ്മുടെ ബൂട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഒന്ന് ബൂട്ടാകട്ടെ, നമുക്കൊന്ന് ബൂട്ടായിട്ട് തിരിച്ചു വരാം. നമുക്ക് സിമ്മും കൂടി ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യാം. ഞാൻ ഫുള്ള് ചെയ്തില്ല അതിൻ്റെ സ്പെക്ക്. അതിന് മുമ്പ് നമുക്ക് സിം ഒന്ന് ഇൻസേർട്ട് ചെയ്യാം. ഞാൻ ഈ ട്രേ ഒന്ന് ഊരുകയാണ്. അപ്പുറം ഇപ്പുറം മറിച്ചും തിരിച്ചുമാണ് ഇതിൻ്റെ സിമ്മ് വരുന്നത്. അതായത് ഇവിടെ SIM 2ഉം
ഇവിടെ സിം 1 ആണ് വരുന്നത്, ബാക്കിലും ഫ്രണ്ടിലായിട്ട്. അപ്പോൾ ഞാൻ സിം 1 ഇൻസേർട്ട് ചെയ്യുകയാണ് സിം. ഓക്കെ ഓക്കെ അവിടെ ഇൻസേർട്ട് ചെയ്തു. ഞാൻ ബാക്കിയെല്ലാം ഒന്ന് കൊടുക്കുകയാണ്. ഇന്ത്യ. ഓക്കെ, റീജിയൻ ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. ഫോൺ റെഡി. ഏതായാലും ഫോൺ ഒരു രക്ഷയില്ല കണ്ടിട്ട്, കാരണം വളരെ സ്ലിമ്മാണ്, വളരെ ഹാൻഡി ആയിട്ട് ഉള്ള പരിപാടി തന്നെയാണ്. ഓക്കെ, ഫോൺ ഏതായാലും ഞാൻ ഓൺ ചെയ്തു. കുറച്ചേറെ അത്യാവശ്യം അടിപൊളി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ തന്നെ സ്നാപ്ഡ്രാഗൻ്റെ, ഞാൻ പറഞ്ഞ പോലെ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ വാട്ടർ പ്രൂഫാണ്, അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. വാട്ടർ പ്രൂഫാണ് നമുക്ക് എപ്പോഴും വേണ്ടത്, കാരണം അത്യാവശ്യം ചെറിയ മഴയത്തും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ പോലും പ്രോബ്ലംസും കാര്യങ്ങളൊന്നും വരരുത്. പിന്നെ ക്യാമറ വരുന്നത് ഞാൻ പറഞ്ഞ പോലെ 48 മെഗാ പിക്സലാണ് വരുന്നത്. അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് 48 മെഗാ പിക്സൽ AI ട്രിപ്പിൾ ക്യാമറ. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം 1.8 ഫോക്കൽ ലെങ്ത് വരുന്ന ഒരു ക്യാമറയാണ്. അപ്പോൾ 1.8 വരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഔട്ട് ആക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസും ബാക്ക് ഗ്ലാസും ഗൊറില്ല ഗ്ലാസ് തന്നെയാണ് വരുന്നത്. 5 ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ടഫായിരിക്കും, അതായത് താഴെ വീണാലൊന്നും പൊട്ടാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടെ ഉണ്ട് ഇതിനകത്ത്. ഞാൻ ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴേക്കും. പിന്നെ ഫിംഗർ പ്രിൻറ്റ്, അത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് സൈഡിൽ തന്നെയാണ് വരുന്നത്, അതുകൊണ്ട് ഭയങ്കര ഒരു ബെനിഫിറ്റാണ്. പിന്നെ സാധാരണ നമ്മുടെ ബാക്കിയുള്ള ഫോൺസിൽ അപേക്ഷിച്ച് ഫിംഗർ പ്രിൻ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഓപ്പൺ ആവും. ഇതിപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഇത് ആക്ടിവേറ്റ് ആകത്തുള്ളൂ. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്, അതൊരു നല്ലൊരു പോയിൻ്റാണ്. കാരണം ഞാനത് സോണിയുടെ വെച്ച് എപ്പോഴും കമ്പയർ ചെയ്ത് ഞാൻ എല്ലാവരുടെയും കേസിൽ പറയാറുള്ള, ഞാൻ ചെയ്യുന്ന പല വീഡിയോസിലും ഞാൻ പറയാറുള്ള, അതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ്. ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത് 6.67 ഇഞ്ചാണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത്. അത്യാവശ്യം നല്ല വൈഡ് സ്ക്രീനാണ് വരുന്നത്. എല്ലാവർക്കും ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിനകത്ത് ബോർഡർ വളരെ കുറവാണ്. പിന്നെ പഞ്ച്ഡ് ക്യാമറയാണ് വരുന്നത്, അതായത് സെൻറ്റർ പഞ്ച്, നമ്മുടെ ഡിസ്പ്ലേക്കകത്ത് തന്നെ ആണ് ക്യാമറ വരുന്നത്, ഫ്രണ്ട് ക്യാമ വരുന്നത്. ഇതിൽ പിന്നെ ഒരു പോരായ്മ പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെമ്മറി കാർഡ് ഇടാൻ സാധിക്കത്തില്ല, കാരണം മെമ്മറി കാർഡിന് വേണ്ടിയുള്ള സ്ലോട്ട് ഇല്ല. 128 GB ഇൻറ്റേർണൽ മെമ്മറി ഉണ്ട്, 6 GB റാം വരുന്നതാണ്. ഇത് രണ്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്, 6 GB അവൈലബിൾ ആണ്, 8 GB അവൈലബിൾ ആണ്. ഒരു 2000 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് രണ്ടും തമ്മിൽ. അപ്പം അത് വെച്ച് കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ നമുക്കൊരു 6 GB തന്നെയാണ് ഏറ്റവും നല്ലത്. അത്യാവശ്യം നമ്മുടെ നോർമൽ യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. ഏതായാലും എനിക്ക് ക്യാമറയാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു മോഡൽ. അത്യാവശ്യം നല്ല ബ്ലോഗിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബെനിഫിറ്റ് ആയിരിക്കും. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിങ്ങിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ്, അതായത് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെ നമുക്ക് അവൈലബിൾ ആയിരിക്കും ഈ ഒരു പറഞ്ഞ ആ ഒരു റേഞ്ചിനകത്ത്. കാരണം ഫ്ലാഗ്ഷിപ്പ് ഫോൺ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏത് മോഡൽസിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 40+ വരുന്നുള്ളൂ. എന്നാൽ ഈ ഒരു മോഡലിന് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 30ക്ക് താഴെ നിൽക്കുന്ന ഒരു മോഡൽ എന്ന് പറയാൻ ഈ ഒരു മോഡൽ മാത്രം നിലവിൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിന് 3 ക്യാമറാസാണ് വരുന്നത്. ഒന്ന് 48-ൻ്റെ, ഒന്ന് 8-ഉം, ഒന്ന് 5 മെഗാ പിക്സലിൻ്റെ ക്യാമറാസാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഫ്ലാഷും ഇൻബിൽറ്റ് ആയിട്ട് തന്നെ നമുക്കതിനകത്ത് വരുന്നുണ്ട്. വെയിറ്റ് 196 ഗ്രാം മാത്രം വരുന്നുള്ളൂ, അതായത് വളരെ വെയിറ്റ്ലെസ് ആണ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ വിവോ അല്ലെങ്കിൽ നോക്കിയയുടെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഫോൺ എടുത്തു, അതിൻ്റെ ആ മോഡലൊക്കെ പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നുണ്ട്, 200 ഗ്രാംസിന് മേലോട്ട് പോകുന്നുണ്ട്. ഇത്രയും സ്പെക്ക് വെച്ച് ഈ ഒരു മോഡലിൽ ഞാൻ നോക്കിയെടുത്തോളം വളരെ ഒരു ബെനിഫിറ്റാണ്, കാരണം 196 ഗ്രാം മാത്രം വരുന്നുള്ളൂ. ഓരോ മോഡൽസിനൊക്കെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യമാണ് IR ബ്ലാസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. IR ബ്ലാസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഏതൊരു മോഡൽ ഇലക്ട്രോണിക് ഡിവൈസിനെ നമുക്ക് റിമോട്ടുള്ള മോഡൽസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഈ ഫോൺ വഴി സാധിക്കും. ഇതിനകത്തൊരു IRൻ്റെ യൂണിറ്റും വരുന്നുണ്ട്, ഇൻഫ്രാറെഡ് യൂണിറ്റും കൂടെ വരുന്നുണ്ട്. ഇൻഫ്രാറെഡ് യൂണിറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ആപ്ലിക്കേഷനുകൾ വെച്ചുകൊണ്ട് നമ്മുടെ ഇരിക്കുന്ന TVs, AC അങ്ങനത്തെ ഇലക്ട്രോണിക് ഡിവൈസ് റിമോട്ട് വഴി കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതല്ല, നമുക്ക് ഈ ഫോൺ വഴി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതൊരു വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് തന്നെ ഞാനത് പറയത്തുള്ളൂ. പിന്നെ ബാക്കി സ്വിച്ചസും കാര്യങ്ങളും വലിയ കോംപ്ലിക്കേഷൻ ഒന്നും വരുന്നില്ല. ആകപ്പാടെ 3 സ്വിച്ചേ വരുന്നുള്ളൂ, വോളിയം അപ്പ്, വോളിയം ഡൗൺ, പിന്നെ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ സെൻസറും. അത് ഓൺ ഓഫ് സ്വിച്ചായിട്ട് തന്നെ ആക്ട് ചെയ്യുന്നുണ്ട്. ബാക്കി ഓവറോൾ ഞാൻ നോക്കിയെടുത്തോളം എനിക്ക് ഫോൺ ഇഷ്ടപ്പെട്ടു. ഈ ഫോണിൻ്റെ ഒരു റിവ്യൂ, അതായത് ഇതിൻ്റെ സ്പീക്കറിൻ്റെ കാര്യം കൂടി ഞാൻ വിട്ടുപോയി. ഡ്യുവൽ സ്പീക്കറാണ് വരുന്നത്, അതായത് ഡ്യുവൽ സ്പീക്കർ വരുന്നുള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വോയിസ് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല പക്കയായിട്ട് കേൾക്കാൻ സാധിക്കും. ഏതായാലും കുറച്ച് ദിവസം ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ. വിഷ്ണു ഒന്ന് യൂസ് ചെയ്തിട്ട് ഞാൻ ഏതായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിനെക്കുറിച്ച് നല്ല, അതായത് ഒരു 1 മന്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 മന്ത്സ് കഴിയുമ്പോഴത്തേക്ക് ഒരു നല്ലൊരു റിവ്യൂ എങ്ങനെയുണ്ടെന്നുള്ള റിവ്യൂ കൂടി ഞാൻ ഇടുന്നതായിരിക്കും. മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ ഞാൻ പറയും. ഏതായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ. യൂസ് ചെയ്ത് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നേരം വരാം. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.